Hi friends, welcome to Greenpeas Food and Tips. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന ഐറ്റം എന്താ വെച്ചാൽ റവ കേസരിയാണ് കേട്ടോ. അത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു 2 കുട്ടി അതിഥികൾ കൂടി ഉണ്ട് കേട്ടോ നമ്മളെ കൂടെ. ഇത് കുട്ടാപ്പി, ഇത് സുന്ദരി. ഇവർ 2 ആളുമാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ഐറ്റം ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നത്. ഇതിലൊക്കെ ആവശ്യമുള്ള സാധനങ്ങൾ 10 ഗ്രാം മുന്തിരി, 10 ഗ്രാം അണ്ടിപ്പരിപ്പ്, 2 കപ്പ് വെള്ളം, 1 കപ്പ് റവ, പിന്നെ 3/4 കപ്പ് നെയ്യ്, ദാർക്കേജിയാണ്, പിന്നെ കുറച്ച് ഏലക്കായൻ്റെ പൊടി. അപ്പോൾ നമുക്ക് ആദ്യത്തെ സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ഈ റവ ഒന്ന് വറുത്തെടുക്കണം. അതിന് ഇതുപോലത്തെ ഒരു ഫ്രൈ പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യ്, നമ്മൾ നേരത്തെ എടുത്ത നെയ്യിൽ നിന്ന് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഇട്ട് കൊടുക്കുക. നെയ്യ് ചൂടായി വന്നതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ റവ ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇങ്ങനെ വറുത്തെടുക്കുക. ഒരു ലോ ഫ്ലെയിമിലായതുകൊണ്ട് ഒരു 6 മിനിറ്റോളം ഇങ്ങനെ വറുത്തെടുക്കുക. നമ്മൾ ഏത് കപ്പ് എടുത്ത് കഴിഞ്ഞാലും, അളക്കാൻ വേണ്ടിയിട്ട് ഏത് കപ്പ് എടുത്ത് കഴിഞ്ഞാലും അതിന് 1 കപ്പ് റവ, 1/4 കപ്പ് നെയ്യ്, അതേ കപ്പ് തന്നെ 2 കപ്പ് വെള്ളം. ഈ ഒരു ലെവലിൽ എടുക്കാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ അതിൻ്റെ കറക്റ്റ് കിട്ടുള്ളൂ കേട്ടോ. സുന്ദരി, ഈ റവ ഇനി വറക്കൂലേ? നീ എന്ത് കുട്ടിയോ? ഇത് അടുക്കളയിലെ പണിയൊന്നും എനിക്ക് അറിയൂല. കല്യാണം കഴിച്ച് പോയിച്ചാൽ കുറവാട്ടോ. അപ്പോൾ റവ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത് പിന്നെ നെയ്യ് ഒഴിച്ചാൽ കൊണ്ട് തന്നെ കട്ടുത്തി കൊടുക്കണമെന്നില്ല, ഒക്കെ സെപ്പറേറ്റ് ഹാൻഡാണ്. അത്യാവശ്യം ഒരു വറവായിരിക്കും, ചെറിയൊരു ബ്രൗൺ കളർ അയക്കണേ, ഇത്ര മതി. ഇനി തീ ഓഫ് ചെയ്യുക. എന്നിട്ട് ഈ റവ എടുത്തിങ്ങായിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കുക. അതുകൊണ്ട് വേറൊരു പാത്രത്തിൽ മാറ്റി വെക്കണം, അല്ലെങ്കിൽ ആ പാത്രം ചൂടുണ്ടാകും. അപ്പോൾ ഓവർ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. വേറൊരു പാത്രത്തേക്ക് മാറ്റിക്കാമല്ലോ ഇതുപോലെ. ഇനി ഞാൻ ഇതുപോലത്തെ കുഴിഞ്ഞിട്ടുള്ളൊരു ചെമ്പെടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ അതിലേക്ക് ആ 2 കപ്പ് വെള്ളം ഒഴിച്ചങ്ങായിട്ട് തിളപ്പിച്ചെടുക്കുക. ഇത് നല്ല മധുരമുള്ള ഐറ്റമാണ്. അതുകൊണ്ട് അത് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു നുള്ളുപ്പ്, കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. ഇനി വെള്ളം തിളക്കുന്ന സമയത്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഫ്രൈ പാനിൽ ആ അണ്ടിപ്പരിപ്പും മുന്തിരിയും അതൊന്ന് വറുത്തെടുക്കണം. അതിന് കുറച്ച് നെയ്യ്, ഒരു 1.5 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചാണ് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കുക. മുന്തിരി ഇടുക. എന്നിട്ട് നിന്ന് അണ്ടിപ്പരിപ്പ് ഇവിടെ വറുത്ത് റെഡി ആയിരിക്കണം. അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി. ഇനി ഈ വെള്ളം തളിച്ച് വന്നതാണ്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ നേരത്തെ വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കട്ടോ. എന്നിട്ട് ഒന്ന് ഇറക്കി കൊടുക്കുക. അപ്പോൾ ഇത് ഇതുപോലെ കുറുകി വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ വറ്റി കുറുകി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാൻ നേരത്തെ പറയാൻ വിട്ടുപോയൊരു സംഭവമാണ് പഞ്ചസാര ഇട്ട് കൊടുക്കുക.
എന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി മിക്സായി കൊടുക്കുക. അപ്പോൾ ഇനിയും ലൂസായി വരും. നേരത്തെ വെള്ളം പറഞ്ഞ അതേ ലൂസൊക്കെ ഇനിയും വരും. എന്നിട്ട് ഇത് ലോ ഫ്ലെയിമിലിട്ടിങ്ങായിട്ട് വറുത്തിങ്ങായിട്ട് ടൈറ്റാക്കി എടുക്കുക. ശരിക്കും കുങ്കുമപ്പൂവാണ് ഇതിലൊക്കെ ഇടേണ്ടത്. പക്ഷേ എൻ്റെ കയ്യിൽ അതില്ലാത്തത് കൊണ്ട് ഞാൻ കളർ കിട്ടാൻ വേണ്ടി കുറച്ച് മഞ്ഞപ്പൊടിയാണ് ഇട്ട് കൊടുക്കണേ. സഫ്രോൻ്റെ ടേസ്റ്റ് വരണോ, അത് സാധനം കയ്യിലില്ലാത്തത് കൊണ്ട് ഞാനത് ഉപയോഗിക്കുന്നില്ല. അതിന് പകരം ഏലക്കായൻ്റെ പൊടിയാണ് ഉപയോഗിക്കുന്നത്. ഏലാഞ്ചിൻ്റെ ടേസ്റ്റിലാണ് ഉണ്ടാക്കുന്നത്. സഫ്രോൻ കയ്യിലുള്ളവർ അത് കുറച്ച് പാലിൽ കുതിർത്തി വെച്ചിട്ട് അതിട്ട് കൊടുത്താൽ മതി. എന്നുള്ളിൽ ഏലക്കായൻ്റെ പൊടി ഇട്ട് കൊടുക്കുക. ഇല വെള്ളം വറ്റി ഒന്ന് കട്ടിയാകണ വരെ ഇങ്ങനെ ഇളക്കി കൊടുക്കുക തന്നെ. ഒരു ലോ ഫ്ലെയിമിലിട്ട് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ കുട്ടാപ്പിയും സുന്ദരിയും ഇവിടെ കാത്ത് നിൽക്കുകയാണ്. കാത്തുനിന്ന് കുഴങ്ങിയെന്ന് എനിക്ക് തോന്നുന്നത്. കുട്ടാപ്പിയെ കുഴങ്ങിനോ? 5 മിനിറ്റ് കൂടി ഇപ്പോൾ റെഡി ആവട്ടോ. പഞ്ചസാരയിലെ വെള്ളമൊക്കെ വറ്റി ഒന്നുകൂടി കുറുകി വന്നിട്ടുണ്ട്. ഈ ഒരു പരുവായിക്കുണ്ടോ. ഇനി ഇതിലൊക്കെ നമ്മൾ നേരത്തെ ബാക്കി വെച്ച നെയ്യില്ലേ, അത് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇത് ഈ ഒരു പരുവായി വന്നിട്ടുണ്ട്. ഇതാ വെള്ളമൊക്കെ വറ്റിക്കാനായിട്ട് ഒന്ന് ടൈറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലൊക്കെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പ് മുന്തിരി എടുത്തങ്ങായിട്ട് ആ നെയ്യോട് കൂടി അങ്ങ് ഒഴിച്ച് കൊടുക്കുക. നെയ്യ് നമ്മൾ അളന്ന് ഫുള്ളായിട്ട് ഒഴിച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇതോണം വറുക്കുക തന്നെ. അപ്പോൾ ഇപ്പോൾ അടി പിടിക്കാൻ തുടങ്ങി ഈ സമയമാകുമ്പോൾ ഇത് ഡ്രൈ ആകാൻ തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ആ സമയത്ത് കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇനി ഈ ഒരു പരുവത്തിലായി വന്നിട്ടുണ്ട്. ഇനി ഒരു 2 മിനിറ്റ് കൂടി ഇതുപോലെ വറുത്തെടുത്ത് കഴിഞ്ഞാൽ സാധനം റെഡി ആയിട്ടോ. നല്ല ടൈറ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പരിപാടി വേണ്ടി നമ്മളിതാ ഇങ്ങനെ കോരിങ്ങായിട്ട് കയൽമേൽ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് ഒരു ടൈറ്റായി നിൽക്കുന്ന കോലത്തിൽ. ഇനി ഇത് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. തീ ഓഫ് ചെയ്തിങ്ങായിട്ട് വേറൊരു ബൗളിലേക്ക് മാറ്റി വെക്കുക. നമ്മുടെ ഈ റവ കേസരി ഇവിടെ റെഡി ആയി കഴിഞ്ഞാൽ ഇനി ഇത് കഴിക്കേണ്ട രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ സാധാ കേസരി കഴിക്കുന്ന രീതിയിലൊന്നല്ല കേട്ടോ. ഇത് ഇതുപോലത്തെ ഒരു കയ്യിലോ അല്ലെങ്കിൽ ഐസ്ക്രീം സ്കൂപ്പറോ അങ്ങനത്തെ ഏതെങ്കിലും സാധനം എടുത്തങ്ങായിട്ട് ഇതുകൊണ്ട് സ്കൂപ്പ് ചെയ്യാം. സാധാ കേസരി നമ്മൾ കഴിക്കൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അത് പീസായിട്ട് നല്ല അത്യാവശ്യം ഉറപ്പായി വരും. എന്നിട്ട് അത് കട്ട് ചെയ്തങ്ങായിട്ടാണ് കഴിക്കൽ. അപ്പോൾ ഇത് അതുപോലല്ല, ഇത് വെറൈറ്റി ആയണ്ട. ഇത് ഇതുപോലെ ഒരു കയ്യിലേക്ക് സ്കൂപ്പ് ചെയ്തിട്ട്
ഒരു മുന്തിരിയും കറുക്കട്ട പാങ്ങനെ ഒരു അണ്ടിപ്പരിപ്പും. അപ്പോൾ സംഭവം ഏതായാലും സെറ്റായി കഴിഞ്ഞാണ്. ഇനി നമുക്ക് ഇതൊന്ന് കഴിച്ചു നോക്കാൻ കണ്ടത്. അപ്പോൾ കുട്ടാപ്പിയും സുന്ദരിയും ഒക്കെ കഴിക്കാൻ തുടങ്ങിയാണ്. ഒരു പകുതിയായി എന്നാ തോന്നുന്നില്ലേ? രസമുണ്ടോ കുട്ടാപ്പി? അപ്പോൾ ഇത് നമ്മൾ ചായൻ്റെ കൂടെ ചായക്കടിയായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റം അല്ല കേട്ടോ. ഇത് നമ്മൾ കർണാടകയിലൊക്കെ പോയി കഴിഞ്ഞാൽ ചോറ് തിന്നു കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ കട്ടത്തൈര്, പഞ്ചസാര, അതുപോലെ ഗുലാബ് ജാമ്, അതൊരു മധുരം കഴിക്കുന്ന ഒരു ശീലം ഉണ്ട് അവിടെ ഉള്ളവർക്ക്. അതേമാതിരി ഭക്ഷണമൊക്കെ കഴിഞ്ഞ് അല്ലെങ്കിൽ അല്ലാത്തപ്പോൾ ഒരു മധുരമായിട്ട് കഴിക്കാൻ പറ്റിയൊരു ഐറ്റമാണ് കേട്ടത്. ഇത് ചായക്ക് കടിക്ക് പറ്റിയ ഒരു ഐറ്റേ അല്ല. ഇതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് വെച്ചാൽ നല്ല നെയ്യിൻ്റെ ടേസ്റ്റ്, അതിൻ്റെ കൂടെ നല്ല മധുരവും. മാക്സിമം ഒരാൾ കൊണ്ട് ഇത്രയൊക്കെ കഴിക്കാൻ പറ്റുള്ളൂ, നമ്മൾ ഗുലാബ് ജാമൊക്കെ കഴിക്കുന്ന മാതിരി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നല്ലൊരു അടിപൊളി വെറൈറ്റി വീഡിയോസുമായിട്ട് പുതിയ ഗസ്റ്റുകളുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.